നമസ്കാരം. മലയാറ്റൂരിൽ 19-കാരി ചിത്രപ്രിയയെ ആൺസുഹൃത്ത് അലൻ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിശദീകരണവുമായി എറണാകുളം റൂറൽ പോലീസ് മേധാവി എം ഹേമലത. ചിത്രപ്രിയയെ കൊല്ലണമെന്ന ഉദ്ദേശം നേരത്തെ തന്നെ അലനുണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഫോണിൽ നിന്നുള്ള തെളിവുകൾ പരിശോധിച്ചാണ് പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. പെട്ടെന്നുണ്ടായ പ്രകോപനത്താലാണ് ചിത്രപ്രിയയെ കല്ലിനിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അലന്റെ മൊഴി. എന്നാൽ അങ്ങനെയല്ല. നിന്നെ കൊല്ലുമെന്ന വിധത്തിൽ അലൻ ചിത്രപ്രിയയ്ക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നുവെന്നും മറ്റ് ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു ഇതെന്നുമാണ് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിയുന്നത്. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താനുള്ള കൂടുതൽ ശ്രമങ്ങൾ നടക്കുകയാണെന്നും എറണാകുളം റൂറൽ പോലീസ് മേധാവി എം ഹേമലത പറഞ്ഞു. ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിയായ ചിത്രപ്രിയ അലനുമായിട്ടുള്ള ബന്ധം ഏറെക്കുറെ അവസാനിപ്പിച്ച ശേഷമാണ് പഠനത്തിനായി പോയത്. എന്നാൽ ഇതിനിടയിലും അലൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും മറ്റ് സുഹൃത്തുക്കളെ ചൊല്ലി വഴക്കുണ്ടാക്കിയിരുന്നതായും പറയപ്പെടുന്നു. നാട്ടിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷത്തിനും വടകരയിൽ താമസിക്കുന്ന വല്യച്ഛന്റെ കൊച്ചുമകളുടെ പിറന്നാൾ ആഘോഷത്തിനുമായിട്ടാണ് ചിത്രപ്രിയ നാട്ടിലെത്തിയത്. ഇതിനുശേഷം വൈകാതെ തിരിച്ചു പോകാനിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കരുതിക്കൂട്ടിയെന്നോണം ചിത്രപ്രിയയെ വിളിച്ചുകൊണ്ടു പോകുന്നതും കൊലപ്പെടുത്തുന്നതും. കൊല്ലപ്പെട്ട ചിത്രപ്രിയയും സുഹൃത്ത് അലനും തമ്മിൽ നേരത്തെയും പലവട്ടം വഴക്കുണ്ടായിരുന്നുവെന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിക്ക് വേറെയും സൗഹൃദങ്ങളുണ്ടെന്ന സംശയമായിരുന്നു അലനുണ്ടായിരുന്നത്. കൊലപാതകം നടന്ന ദിവസം കാടപ്പാറ റോഡരികിലെ ഒഴിഞ്ഞ പറമ്പിൽ ഇരുവരും തമ്മിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. നമുക്ക് 6-ാം തീയതി വൈകിട്ട് കിട്ടിയ ഇൻഫർമേഷനാണ്. എൻ്റെ പാരൻസ് മിസ്സിംഗ് ആയിട്ടെന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ കിട്ടിയ അടിസ്ഥാനത്തിൽ നമ്മളൊരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പരിസരങ്ങൾ, ഇവർ പറഞ്ഞ ലൊക്കേഷൻസ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും കുട്ടീൻ്റെ പാരൻസായിട്ട് കാലടി പോലീസ് സ്റ്റേഷൻ്റെ ടീം പോയിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് കുറച്ച് തെളിവുകളൊക്കെ കിട്ടിയിട്ട് കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളും, കുട്ടീൻ്റെ ഫ്രണ്ട്സ്, കുട്ടീൻ്റെ കൂടെയുള്ള അക്വൈൻറ്റൻസ്, അങ്ങനെ എല്ലാവരുടെ ലിസ്റ്റും കാര്യങ്ങളും എടുത്തിട്ട് അവരുടെ ഫോണുകൾ ഡീറ്റെയിൽസും ബാക്കിയുള്ള തെളിവുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 8-ാം തീയതി ഒരു കുട്ടീൻ്റെ ഫ്രണ്ടിന് പറഞ്ഞ ഒരു 2-3 പേരെ ക്വസ്റ്റ്യൻ ചെയ്തതിൽ ഒരാളെ നമ്മൾ കസ്റ്റഡി എടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് കുട്ടീൻ്റെ ലാസ്റ്റ് ലൊക്കേഷനുകളും CCTV ഫുട്ടേജുകളും കുറച്ച് എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എൻക്വയറി ചെയ്ത സമയത്ത് 9-ാം തീയതി ഒരു മലയാറ്റൂർ ഭാഗത്ത് ഒരു ബോഡി കണ്ടെത്തിയതായിട്ട് നാട്ടുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് നമ്മൾ ക്രൈം സീന് പ്രോപ്പറായിട്ട് കൺസീൽ ചെയ്തിരുന്നു. പിന്നെ പെട്ടെന്ന് സംഭവ സ്ഥലത്തേക്ക് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മിസ്സിംഗ് കേസിൽ ആയിരുന്ന വിക്ടിം ചിത്രപ്രിയ ആണോ, അതിന് നമുക്കൊരു ഇനീഷ്യൽ ഫൈൻഡിങ്സിൽ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോപ്പറായിട്ട് സയൻറ്റിഫിക് എക്സാമിനേഷനും പിന്നെ 10-ാം തീയതി നമുക്ക് പോസ്റ്റ്മോർട്ടമും കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലാസ്റ്റായിട്ട് കിട്ടിയ CCTVകളും ബാക്കി തെളിവുകളും നമ്മൾ കളക്ട് ചെയ്തിട്ട് കുട്ടീൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്ന ഒരാളെ നമ്മൾ അക്യൂസ്ഡായിട്ട് കുറച്ച് തെളിവുകളും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്തിരുന്നു. റിമാൻഡിലാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചും കൂടി ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. കുറച്ച് തെളിവുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് CCTVകളും കുട്ടീൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഫോണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സയൻറ്റിഫിക് എക്സാമിനേഷനും സാമ്പിൾസ് ഒക്കെ ഫോറൻസിക് എക്സാമിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വരുന്ന മുറയ്ക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫർദർ എന്താ കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ബാക്കി എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുട്ടീൻ്റെ ഈ കേസിൻ്റെ മെയിൻ ഇൻവെസ്റ്റിഗേഷൻ ടീമായിട്ട് കാലടി പോലീസ് സ്റ്റേഷൻ SHO ടീമും പ്ലസ് ASP പെരുമ്പാവൂരാണ് ഇതിൻ്റെ മൊത്തം കൈകാര്യങ്ങളും ടീമായിട്ട് രൂപീകരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. ഇനി ഇതിലെ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി തെളിവുകളൊക്കെ കിട്ടാനുണ്ട്. അത് നമ്മളിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫർദർ ഇനി ഇതിൽ അടുത്തുള്ള കാര്യങ്ങൾ വേറെ ആരെങ്കിലും ഇൻവോൾവ്മെൻറ്റ്സ് ഉണ്ടോ, ഇപ്പോൾ പാരൻസ്ക്ക് വേറെ ആരെങ്കിലും മേലും സംശയങ്ങളുണ്ടോ, അവരുടെ മൊഴികളും എലാബറേറ്റായിട്ട് രേഖപ്പെടുത്താനുണ്ട്. യെറ്റ് ടു ഫൈൻ ഇൻവെസ്റ്റിഗേഷൻ്റെ ആദ്യത്തെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഫോൺ രേഖകൾ അതായത് വിക്ടിമിൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ നമുക്ക് കിട്ടുമ്പോഴാണ് എക്സാക്ട് റീസണും കാര്യം നമുക്ക് കിട്ടാനുണ്ടാവും. പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഫൈൻഡിങ്സിൽ നമുക്ക് കിട്ടിയത് അവിടുത്തെ ഒരു ലാറ്ററൈറ്റ് സ്റ്റോൺ കൊണ്ടുള്ള വയലൻറ്റ് ആക്ടിലാണ് മരണപ്പെട്ടതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഫർദർ ക്വസ്റ്റ്യനിങ്ങും ഡോക്ടേഴ്സിൻ്റെ മൊഴികളും രേഖപ്പെടുത്താനുണ്ട്. കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അക്യൂസ്ഡ് ബാക്കി ഡീറ്റെയിൽസിലൊക്കെ കിട്ടി. അതിൽ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ നമ്മൾ റിമാൻഡിലും ആക്കിയിട്ടുണ്ട്. കസ്റ്റഡി എടുത്തിട്ട് ഫർദർ ക്വസ്റ്റ്യനിങ് ചെയ്യാനുണ്ട്.